വാത്സല്യമുള്ളവരെ, നമ്മുടെ കർത്താവിൻ്റെ ശിഷ്യന്മാരെ പ്രത്യേകമായി അനുസ്മരിക്കുന്ന സ്ലീഹ നോമ്പ്, അത് കഴിഞ്ഞ് മാർത്തോമാ സ്ലീഹായുടെ ഓർമ്മ, അത് കഴിഞ്ഞ് ദൈവമാതാവിൻ്റെ വാങ്ങിപ്പിൻ്റെ പെരുന്നാൾ, ഇങ്ങനെ കുറേ കാലങ്ങളിലൂടെ പരിശുദ്ധ സ്ലീഹന്മാരുടെ കാര്യങ്ങളൊക്കെ പ്രത്യേകമായി അനുസ്മരിക്കുന്നതായ സംഭവങ്ങളിലൂടെയൊക്കെയാണ് നാം കടന്നുപോയത്. ഇന്ന് നമ്മുടെ കർത്താവ് തൻ്റെ പരിശുദ്ധ സ്ലീഹന്മാരെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കുന്ന പ്രാർത്ഥനയെക്കുറിച്ച് അദ്ദേഹം സ്ലീഹന്മാരോട് പറയുന്നതായ ഒരു സന്ദർഭമാണ് വിശുദ്ധ ഏവങ്കേലിയോനിൽ നാം വായിച്ചു കേട്ടത്. നമ്മുടെ കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്കും അയച്ചു. അവിടെ എല്ലാം പോയി സുവിശേഷം അറിയിക്കാൻ പറഞ്ഞു. പക്ഷെ കർത്താവ് അവരെ പ്രസംഗിക്കാൻ പഠിപ്പിച്ചില്ല, എന്നാൽ അവരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. കർത്താവ് തൻ്റെ ശിഷ്യന്മാർ ഒന്നിച്ച് കർത്താവ് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് എഴുന്നേറ്റ് വരുമ്പോൾ ശിഷ്യന്മാർ അവനോട് ആവശ്യപ്പെടുകയാണ്. ഒരുവൻ ആവശ്യപ്പെടുന്നു, യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന്. അപ്പോൾ നമ്മുടെ കർത്താവ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥന അവരെ ചൊല്ലിക്കേൾപ്പിക്കുന്നു, അവരെ പഠിപ്പിക്കുന്നു. യഹൂദന്മാരുടെ പാരമ്പര്യത്തിൽ യഹോവയായ ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുന്ന, സംബോധന ചെയ്യുന്ന വളരെ അപൂർവമായ സന്ദർഭങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. യഹോവയാണ്, സർവശക്തനാണ്, യാഹാണ് എന്ന് പറയുന്നതായ രീതിയിലൊക്കെയാണ് ദൈവത്തെക്കുറിച്ച് യഹൂദ പാരമ്പര്യത്തിൽ മനസ്സിലാക്കിക്കൊണ്ടിരുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായി പ്രാർത്ഥിക്കാൻ കർത്താവ് പഠിപ്പിക്കുമ്പോൾ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിച്ചു പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കുക. മനുഷ്യരാശിയോട് മശിഹാ തമ്പുരാൻ ആവശ്യപ്പെടുന്നത് സർവശക്തനും മഹാകാരുണ്യവാനുമായ ദൈവത്തെ പിതാവേ എന്ന് സംബോധന ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുവാനായിട്ടാണ്. എന്നിട്ട് കർത്താവ് ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ അവരോട് പറയുന്നു. ഒന്നാമത് പറയുന്നു, ഒരു മനുഷ്യൻ, നിങ്ങൾക്കൊരു സ്നേഹിതനുണ്ടായിരിക്കുന്നുവെന്ന് വിചാരിക്കുക. ആ സ്നേഹിതൻ അർദ്ധരാത്രിയിൽ അവൻ്റെ അടുക്കൽ ഒരു വിരുന്നുകാരൻ വന്നു. അപ്പോൾ ആ സ്നേഹിതൻ നിങ്ങളുടെ അടുക്കൽ വന്ന് നിങ്ങളുടെ വാതിലിൽ മുട്ടുന്നു, എനിക്കൊരു 3 അപ്പം വായ്പ തരേണം, എൻ്റെ അടുക്കൽ അവിചാരിതമായി ഒരാൾ വന്നിരിക്കുന്നു, അയക്ക് ഭക്ഷണം കൊടുക്കണമെന്ന് പറയുന്നു. അപ്പോൾ നിങ്ങൾ പറയും, എൻ്റെ കൂടെ കുട്ടികൾ കിടന്നുറങ്ങുന്നു, അർദ്ധരാത്രി കഴിഞ്ഞു, എഴുന്നേറ്റ് നിനക്ക് തരാൻ നിവൃത്തിയില്ല എന്ന് പറയുന്നു. പക്ഷെ വീണ്ടും വീണ്ടും അവനവിടെ മുട്ടിക്കൊണ്ട് നിൽക്കുക, അവൻ മാറിപ്പോകുന്നില്ല. അങ്ങനെയുള്ള ഒരു അവസരത്തിൽ ഈ വീട്ടുടമസ്ഥൻ എഴുന്നേറ്റ് തനിക്ക് മനസ്സില്ലെങ്കിൽ പോലും അവൻ നിരന്തരമായി മുട്ടിക്കൊണ്ടിരുന്നത് കൊണ്ട് വാതിൽ തുറന്ന് അപ്പം എടുത്തു കൊടുക്കുന്നു, സമൃദ്ധിയായി കൊടുക്കുന്നു എന്നാണ് കർത്താവ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നതായ വിശുദ്ധ വേദഭാഗമുണ്ട്. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം 9 മുതലുള്ളതായ വാക്യങ്ങൾ. കർത്താവ് പറയാണ്, അതുകൊണ്ട് ഞാനും നിങ്ങളോട് പറയുന്നു, യാചിപ്പീൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിപ്പീൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവീൻ നിങ്ങൾക്ക് തുറക്കപ്പെടും. ഇത് കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറയാം. ഒരു ഉദാഹരണം പറഞ്ഞു കൊടുത്തു. ഒരുത്തൻ വന്ന് വീടിൻ്റെ വാതിൽക്കൽ മുട്ടുന്നു, അർദ്ധരാത്രിയായിട്ട് അവൻ തുറന്നു കൊടുക്കാൻ തയ്യാറായിരുന്നിട്ടും നിരന്തരമായി മുട്ടിക്കൊണ്ടിരുന്നത് കൊണ്ട് തുറന്നു കൊടുക്കുക. ഇവിടെ കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നു, പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. പ്രാർത്ഥിച്ച് ചങ്ങ് മാറിപ്പോകാനായിട്ടല്ല പറയുന്നത്. പ്രാർത്ഥിപ്പീൻ, യാചിപ്പീൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിപ്പീൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവീൻ നിങ്ങൾക്ക് തുറക്കപ്പെടും. അത് അവിടെ മലയാള ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതേ സമയത്ത് കർത്താവ് പഠിപ്പിച്ച അറാമയ ഭാഷയിൽ അല്ലെങ്കിൽ വേദപുസ്തകം എഴുതിയ ഗ്രീക്ക് ഭാഷയിൽ അത് മനസ്സിലാക്കുന്നത്, യാചിച്ചുകൊണ്ടേയിരിപ്പീൻ, അന്വേഷിച്ചുകൊണ്ടേയിരിപ്പീൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടിക്കൊണ്ടേയിരിക്കുവീൻ നിങ്ങൾക്ക് തുറക്കപ്പെടും. അതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അതൊരു തുടർന്ന് നടക്കുന്നതായൊരു സംഭവമാണ്. ഒരിക്കൽ മാത്രം പ്രാർത്ഥിക്കുകയല്ല, നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ. നമ്മുടെ കർത്താവ് അഭിസംബോധന ചെയ്യുന്ന ജനസമൂഹം യഹൂദന്മാരായിരുന്നു. മഹാഭൂരിപക്ഷം യഹൂദന്മാരും ബിലോ പോവർട്ടി ലൈനിലായിരുന്നു. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ 1 ദീനോറോ മാത്രം ഒരു ദിവസം കൂലി ലഭിക്കുന്ന മനുഷ്യനാണ്. ആ 1 ദീനോറോയെ കൊണ്ട് ഒരു ഭവനത്തിന് കഴിയാൻ ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിക്കുവാൻ മാത്രമേ സാധിക്കുകയുള്ളൂ.
വലിയ കുടുംബമാണെങ്കിൽ അപ്പനും അമ്മയും മക്കളും വേറെ പലരുമൊക്കെ ആ ഭവനത്തിലുണ്ടെങ്കിൽ ഒരു മനുഷ്യൻ്റെ അധ്വാനം കൊണ്ട് അവർക്ക് ജീവിക്കാനായിട്ട് സാധിക്കില്ല. അങ്ങനെയുള്ള ഒരു വലിയ ജനസമൂഹം അവിടെ ഉണ്ടായിരുന്നു. അവരാണ് കർത്താവിൻ്റെ ചുറ്റിനും വന്നുകൂടിയിരിക്കുന്നതിൽ മഹാഭൂരിപക്ഷവും. അവൻ സുവിശേഷം അറിയിക്കുമ്പോൾ 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിക്കുമ്പോൾ 5000 പുരുഷന്മാരുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ സ്ത്രീകളും കുഞ്ഞുങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അവർ ആഹാരമില്ലാതെ അവൻ്റെ അടുക്കൽ നിൽക്കുകയായിരുന്നു. അവർക്ക് ഭക്ഷിപ്പാനാണ് കർത്താവ് കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് കർത്താവ് അങ്ങ് മാറിപ്പോകുമ്പോൾ തിബരിയസ് കടലിൻ്റെ അക്കരയ്ക്ക് പോകുമ്പോഴത്തേക്കിന് പിന്നെയും ഈ ആളുകളെല്ലാം ഒന്നിച്ചു കൂടി അവിടെ അങ്ങ് ചെല്ലുക, വലിയ തിരക്കായിട്ട്. അപ്പോൾ കർത്താവ് പറയുക, നിങ്ങൾ അത്ഭുതങ്ങൾ കണ്ടതുകൊണ്ടല്ല, അപ്പം തിന്ന് തൃപ്തരായതുകൊണ്ട് അത്രേ നിങ്ങൾ എന്നെ അന്വേഷിച്ചു വന്നത്. അപ്പോൾ ഈ മനുഷ്യൻ്റെ പ്രാഥമികമായ ആവശ്യം എന്താണ്? അവൻ അപ്പം ലഭിക്കുക, ആഹാരം, അന്നന്നത്തെ ആഹാരം ലഭിക്കുക. സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന പഠിപ്പിച്ച കർത്താവ് തന്നെ പഠിപ്പിക്കുന്നു. ആ പ്രാർത്ഥനയിൽ തന്നെ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ദിനം പ്രതി ഞങ്ങൾക്ക് തരണമേ, അന്നൊന്ന് ഞങ്ങൾക്ക് ആവശ്യമുള്ളത് ഞങ്ങൾക്ക് തരണമേ. അന്നന്നുള്ള ആവശ്യങ്ങൾക്ക് മുട്ടുള്ളതായ ആയിരക്കണക്കിന് ജനങ്ങൾ അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. ആ ജനസമൂഹത്തെ അഭിസംബോധന ചെയ്യുമ്പോഴാണ് കർത്താവ് പറയുന്നത്, നിങ്ങൾ നിരന്തരമായി യാചിച്ചുകൊണ്ടിരിപ്പീൻ, നിങ്ങൾ നിരന്തരമായി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയും അതിൽ മുടക്കം വരുത്താതെ തുടർന്നു പോകുക, അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കും. അതാണ് കർത്താവ് തൻ്റെ ശിഷ്യന്മാരോടും ജനസമൂഹത്തോടും പറയുന്നത്. നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പല അവസരങ്ങളിലും നമ്മളുടെ സമൂഹത്തിലൊക്കെ സംഭവിച്ചു പോകുന്നത്, രോഗികളുണ്ട്, വേദനയുള്ള ആളുകളുണ്ട്, കടം കയറി നശിക്കുന്നതായ മനുഷ്യരുണ്ട്, പലവിധമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന അനേകായിരം ജനങ്ങൾ നമ്മളുടെ സമൂഹത്തിൽ തന്നെ ജീവിച്ചിരിക്കുന്നുണ്ട്. ആ ആളുകൾ പ്രാർത്ഥിക്കും. കുറേ കഴിയുന്ന ഉടനെ അവരൊക്കെ പലരും നിരാശയിലേക്ക് പോവുകയാണ്, പലരും ആത്മഹത്യയിൽ ആശ്വാസം കണ്ടെത്തുകയാണ്. അവർക്ക് ജീവിതത്തെ ധാരണം പ്രൈസ് ചെയ്യുവാനായിട്ട് സാധിക്കുന്നില്ല. നിരന്തരമായി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നാൽ പോലും ചില അവസരങ്ങളിൽ നിരാശയിലേക്ക് നാം പോകാറുണ്ട്. പ്രത്യാശയോടുകൂടി ദൈവസന്നിധിയിൽ ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. രോഗങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ആകുല ചിന്തകളും ഒക്കെ നമ്മെ അകറ്റും. അതൊക്കെ നീങ്ങിപ്പോകുവാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കും. അതേ സമയത്ത് തന്നെ തുടർച്ചയായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന് നിരാശയിലേക്കും വിശ്വാസത്തെക്കുറിച്ച്, ദൈവത്തിൻ്റെ നടത്തിപ്പിനെക്കുറിച്ച് സംശയിക്കുന്ന രീതിയിലേക്കും ഒരിക്കലും മാറിപ്പോകുവാൻ ഇടവരരുത്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, നിരന്തരമായി യാചിച്ചുകൊണ്ടിരിപ്പീൻ. അത് കഴിഞ്ഞിട്ട് പിന്നെയും കർത്താവ് പറയുക, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥന പഠിപ്പിച്ചു. അത് കഴിഞ്ഞിട്ടാണ് ഇക്കാര്യം പറയുന്നത്, യാചിപ്പീൻ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പറയുന്നത് എന്താ? നിങ്ങളിൽ ഒരുത്തൻ തൻ്റെ മകൻ അപ്പം ചോദിച്ചാൽ അവന് കല്ല് കൊടുക്കുമോ? മീൻ ചോദിച്ചാൽ അവന് പാമ്പിനെ കൊടുക്കുമോ? ഒരു കല്ല് കൊടുക്കുമോ? മീൻ ചോദിച്ചാൽ അതിന് പകരം പാമ്പിനെ കൊടുക്കുമോ? മുട്ട ചോദിച്ചാൽ തേളിനെ നൽകുമോ? ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകുവാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികമായി നൽകും. മനുഷ്യരുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ നമുക്കറിയാം. നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക്, മടിയിലിരിക്കുന്ന ഒരു കുഞ്ഞിന് അപ്പം കൊടുത്തുകൊണ്ടിരിക്കുക, അപ്പം അവിടെ ഒരു കല്ല് കിടക്കുകയാണ്, ആ കല്ലെടുത്ത് കുഞ്ഞിൻ്റെ കയ്യിലോട്ട് കൊടുക്കുകയില്ല. അവൻ മീൻ ചോദിക്കുന്നുണ്ടെങ്കിൽ അവൻ ചിലപ്പം ഒന്നും അറിയാൻ വയ്യാത്ത കുഞ്ഞായിരിക്കാം. ഒരു പാമ്പിനെ കാണുമ്പോൾ അതിനെ പിടിക്കാൻ പോകുന്നുണ്ടെങ്കിൽ പറയും പിടിക്കരുതെന്ന് പറയും. നമ്മൾ അതിനെ മാറ്റിക്കളയും. അവന് ഇഷ്ടമുള്ളതോ അവൻ അറിയാൻ വയ്യാത്തതോ നിഷ്കളങ്കതയായി ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിലും അതിൻ്റെ ഭവിഷ്യത്തുകൾ അറിയാവുന്ന നമ്മൾ അതിനെ തടയുന്നു. ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നു, അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നല്ല ദാനങ്ങളെ എത്രയധികമായി കൊടുക്കും. ഇന്നത്തെ സമൂഹത്തിൽ കർത്താവ് പറയുന്നത് മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുന്നതിനെ കുറിച്ചാണ്. അതേ സമയത്ത് തന്നെ ഒന്ന് ചിന്തിക്കേണ്ടതാണ്, നമ്മളുടെ സമൂഹത്തിൽ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച്. മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കണം, മാതാപിതാക്കൾക്കും മക്കൾ അതുപോലെ നല്ല ദാനങ്ങളെ കൊടുക്കുവാനായിട്ട് സാധിക്കണം. മാതാപിതാക്കൾ മാത്രം മക്കളെ സ്നേഹിച്ചാൽ പോരാ, മക്കൾ മാതാപിതാക്കളെയും സ്നേഹിക്കണം. ഊഷ്മളമായൊരു ബന്ധം കുടുംബത്തിൽ ഉണ്ടാവണം. നമുക്കറിയാം, ഇപ്പം അടുത്ത കാലത്ത് കഴിഞ്ഞ ആഴ്ചയൊക്കെ ഉണ്ടായ 2-3 സംഭവങ്ങൾ. ഒന്ന്, സുപ്രീം കോടതിയുടെ ഒരു സുപ്രധാനമായ വിധിയായിരുന്നു. ആ വിധിയിൽ പറഞ്ഞ എന്താ? ഒരുത്തൻ അല്ലെങ്കിൽ ഒരാൾ, അവൻ്റെ മാതാപിതാക്കൾ
അവൻ്റെ മക്കൾക്ക് എല്ലാ സ്വത്തുക്കളും എഴുതി കൊടുക്കുക. അതെല്ലാം മക്കൾക്ക് അങ്ങ് മാറ്റിവെച്ചു. അത് കഴിഞ്ഞിട്ട് മാതാപിതാക്കളെ ഈ മക്കൾ സംരക്ഷിക്കുന്നില്ലെങ്കിൽ ആ എഴുതി കൊടുത്തത് മുഴുവനും റദ്ദാക്കുവാൻ അവകാശമുണ്ടെന്ന് സുപ്രീം കോടതിക്ക് പറയേണ്ടി വന്നു. കാരണം അതുപോലുള്ള സംഭവങ്ങൾ നമ്മളുടെ ഇടയിൽ നടക്കുന്നുണ്ട്. അപ്പൻ്റെയും അമ്മയുടെയും സ്വത്തുക്കളെല്ലാം എഴുതി വാങ്ങിച്ചേച്ച് അവരെ വഴിയാധാരമാക്കും, അല്ലെങ്കിൽ അനാഥ മന്ദിരത്തിലേക്ക് പറഞ്ഞു വിടും. സ്വത്തുക്കൾ വാങ്ങിച്ചിട്ടാണ് അതൊക്കെ ചെയ്യുന്നത്. കാരണം അവർ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ പേര് കൂട്ടണമെങ്കിലൊക്കെ കുറേ പാടാ. അതുകൊണ്ട് അവർ ജീവനോടിരിക്കുമ്പോൾ തന്നെ ആ സ്വത്തുക്കളൊക്കെ കൈവശമാക്കുവാനായിട്ടാണ് മക്കൾ വലിയ പങ്കും ശ്രമിക്കുന്നത്. അവിടെയാണ് തെറ്റ്. അതിനെയാണ് സുപ്രീം കോടതി വാൺ ചെയ്യുന്നത്. മാതാപിതാക്കളെ സംരക്ഷിക്കാത്ത മക്കൾക്ക് അവരുടെ സ്വത്തിന് അവകാശമില്ല. അതേപോലെ തന്നെ 10-15 കിലോമീറ്റർ ദൂരെയുള്ളൂ നമ്മുടെ കരുവാറ്റ. അവിടെ നടന്ന ഒരു സംഭവം അറിയാം. 13 വയസ്സുള്ള ഒരു പെൺകുട്ടി, അവളും അവളുടെ കൂട്ടുകാരികളും കൂടെ ചേർന്നിട്ട് വല്യപ്പനെ കൊല ചെയ്ത് അതിക്രൂരമായി മാരകമായി കൊലപ്പെടുത്തിയത്. ഈ സംഭവമൊക്കെ നമ്മളുടെ ഇടയിൽ നടക്കുന്നതാണ്. മാതാപിതാക്കളും മക്കളും തമ്മിലുള്ളതായ ബന്ധം എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്, ഇത് ശിഥിലമായി പോകുന്നതെന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ അനേക ഉദാഹരണങ്ങളോ അല്ലെങ്കിൽ അനേക കാരണങ്ങളോ അതിൻ്റെ പിന്നിൽ നിരത്തുവാനായിട്ട് സാധിക്കും. അതൊന്നുമല്ല, ദൈവസ്നേഹത്തിൽ ഉറച്ച് മാതാപിതാക്കളും മക്കളും ജീവിക്കാനായിട്ട് സാധിക്കണം. ജന്മം നൽകിയ മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുവാൻ, ആദരിക്കുവാൻ സാധിക്കണം. ജന്മം കൊടുത്ത കുഞ്ഞുങ്ങളെ ആദരിക്കുവാനും സ്നേഹിക്കുവാനും സാധിക്കണം. അവർക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ സാധിക്കണം. കർത്താവ് പറഞ്ഞതുപോലെ കുഞ്ഞുങ്ങളെ നല്ല ദാനങ്ങൾ കൊടുക്കുക മാത്രമല്ല, മാതാപിതാക്കളെയും നല്ല രീതിയിൽ സംരക്ഷിക്കുവാനും കരുതുവാനും സ്നേഹിക്കുവാനും നമുക്ക് സാധിക്കണം. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് പരിശുദ്ധാത്മാവിനെ എത്രയധികമായി നിങ്ങൾക്ക് നൽകുമെന്ന് കർത്താവ് പറയുക. വേദനകൾ ഉണ്ടാകുമ്പോൾ, രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ അവയെ അഭിമുഖീകരിക്കുവാനുള്ള ശക്തി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ശരണപ്പെട്ടുകൊണ്ട് മുമ്പോട്ട് പോകുവാനിടയാകണം. അതിന് ദൈവം തമ്പുരാൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, യോഗ്യരാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ഞാനെൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.